നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുടിയിഴകളിൽ നര കയറുന്നത് ഏവർക്കും ആദ്യം ഉണ്ടാകുന്നൊരു കാര്യമാണ്. തനിക്ക് പ്രായമേറിയ എന്ന ഭയമാണ് ആളുകൾക്ക് നര വരുമ്പോൾ ആദ്യമായി തോന്നുക. പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രശ്നമാണ് അകാല നര. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഭക്ഷണക്രമത്തിലെ അപര്യാപ്തതകളുമൊക്കെ അകാല നരയ്ക്ക് കാരണങ്ങൾ തന്നെയാണ്. നരയുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഹെയർ ഡൈകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഹെയർ ഡൈകളാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളതും നമുക്ക് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കാത്തതും. അതുപോലെ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആവശ്യമില്ല. സാധാരണ നമ്മൾ ഹെന്ന ഉപയോഗിച്ച് ഹെയർ ഡൈ ചെയ്യാറുണ്ട്. ആദ്യം ഹെന്ന ഉപയോഗിച്ചതിന് ശേഷം നീലയമരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് മുടി കറുപ്പിക്കാറുള്ളത്. ഇന്ന് നമുക്ക് ഹെന്നയൊന്നും ഉപയോഗിക്കാതെ തന്നെ എങ്ങനെയാണ് മുടി കറുപ്പിക്കുന്നതെന്ന് നോക്കാം. സ്ഥിരമായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെയുള്ള നാച്ചുറൽ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഡൈകളൊക്കെ നമ്മുടെ മുടിയിലേക്ക് നല്ല റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാത്ത ഹെയർ ഡൈകളൊക്കെ നാച്ചുറലായിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നതുമല്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിതിൽ ഹെന്ന യൂസ് ചെയ്യുന്നില്ല. ഹെന്ന യൂസ് ചെയ്യാതെ തന്നെയാണ് മുടി കറുപ്പിച്ചെടുക്കുന്നത്. അപ്പം ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാനൊരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുടി എത്രത്തോളം നരച്ചിട്ടുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കും എടുക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ വലിപ്പവും. ഒരുപാടൊക്കെ വെള്ള മുടിയായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ബീറ്റ്റൂട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് തോലൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയ ബീറ്റ്റൂട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ കളർ പറ്റിയിട്ടുണ്ട്. ഇത് കഴുകിയിട്ടും നമുക്ക് നല്ലൊരു സ്റ്റെയിൻ പോലെയാണ് പിടിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ള സൗകര്യത്തിനായിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ബീറ്റ്റൂട്ടിൽ ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മുടി വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ബീറ്റ്റൂട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് കുറച്ച് വെള്ളം അരയ്ക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തുകൊണ്ട് വരണം. ഇനി ഈ ബീറ്റ്റൂട്ട് അരച്ചത് നമുക്ക് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പഴയ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടായാൽ മതിയാവും. കാരണം ഇരുമ്പിൻ്റെ അംശങ്ങൾ നമ്മുടെ മുടിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വെള്ളം വേണമല്ലോ, അതാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ കാപ്പിപ്പൊടിയോ തേയിലപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. ഇന്ന് നമ്മൾ ബീറ്റ്റൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബീറ്റ്റൂട്ടിൻ്റെ ഈ ഒരു ജ്യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ മുടിക്ക് ധാരാളം പൊട്ടാസ്യം, ഇരുമ്പ്, ഇലക്ട്രോലൈറ്റുകൾ എന്നിവയൊക്കെ നൽകാനായിട്ട് കഴിവുള്ള ഒന്നാണ് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് മുടിക്ക് ബലം നൽകുകയും പൊട്ടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കാപ്പിപ്പൊടിയുടെ ഗുണങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു പ്രതിവിധിയാണ്, നമ്മുടെ മുടി നരയ്ക്കുന്നതിനുള്ള ഒരു പ്രതിവിധിയാണ് കാപ്പിപ്പൊടി. മുടി ഇഴകളൊക്കെ വേരോടെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കൂ. ഇനി നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെയും കാപ്പിപ്പൊടിയുടെയും ഈ ഒരു മിശ്രിതം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി തിളപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമില്ല. നമ്മുടെ മിക്സ് ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡൈ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു വെള്ളം മതി. നമ്മൾ സാധാരണ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1 ഗ്ലാസ്സായി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം മതി നമുക്ക്. സ്ഥിരമായി ബീറ്റ്റൂട്ട് അരച്ച് മുടിയിൽ പുരട്ടുന്നത് മുടി നന്നായി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകാനും ഒക്കെ സഹായിക്കും. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് താരൻ നിയന്ത്രിക്കുന്നു. അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, കരോട്ടീൻ എന്നിവ മുടിയിലുണ്ടാകുന്ന നര വൈകിപ്പിക്കാനും സഹായിക്കുന്നു. ബീറ്റ്റൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് നരയെ ചെറുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ജ്യൂസും കാപ്പിപ്പൊടിയൊക്കെ ചേർന്ന മിശ്രിതം ചെറുതായിട്ട് വറ്റിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത്.
നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് രാവിലെയാണ്. നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. രാവിലെയാണ് നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത്. രാവിലെ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ടും കാപ്പിപ്പൊടിയും ചേർന്ന മിശ്രിതം ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെയല്ല ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതൊന്നും കൂടി നമ്മൾ ചൂടാക്കണം, നല്ല രീതിയിൽ തന്നെ ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിത് ഹെയർ ഡൈയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. മുടിക്ക് ബലം നൽകാനായിട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള ഹെയർ മാസ്കുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ബീട്രൂട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിനി തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മളിപ്പം ഈ ഒരു ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ ഇത് ഇങ്ങോട്ട് ഒഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മൾക്ക് ഹെയർ ടോണറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഹെയർ ഡൈ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ മാസ്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബീട്രൂട്ട് ഇതുപോലെ തിളപ്പിച്ച് ഇതുപോലെ അരിച്ചെടുത്താൽ അതിൻ്റെ കൂടെ കാപ്പിപ്പൊടിയോ തേയിലപ്പൊടിയോ ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടി ഗുണം കിട്ടും. ഇത് നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് 2 പാത്രത്തിലേക്കായിട്ട് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇൻഡിഗോ പൗഡറാണ്. ചെറിയ ചൂടോടുകൂടി മാത്രം നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ രണ്ടാമതും ഒന്നുകൂടി ചൂടാക്കിയെടുത്തത്. ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിഗോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മുടിയിൽ എത്രത്തോളം നരയുണ്ടോ അതിനനുസരിച്ചിട്ട് ഇൻഡിഗോ പൗഡർ എടുക്കാം. സാധാരണ നമ്മൾ ഹെന്ന ഉപയോഗിച്ചതിന് ശേഷമാണ് ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്ത് മുടി കറുപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ ഹെന്ന ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബീട്രൂട്ടും കാപ്പിപ്പൊടിയും ചേർന്ന ഒരു മിശ്രിതവും ഇൻഡിഗോയും കൂടെ ചേരുമ്പോൾ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും. ഇനി നമ്മൾ കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു നീലയമരിയുടെ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നീലയമരി ഉപയോഗിച്ചിട്ടുള്ള എണ്ണയൊക്കെ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്നത് അകാല നരയൊക്കെ ഒരുപാട് വൈകിപ്പിക്കാനായിട്ട് സഹായിക്കും. മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനായിട്ട് പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ഒന്നാണ് നീലയമരി അഥവാ ഇൻഡിഗോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് മുടിക്ക് പെട്ടെന്ന് കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്കിത് നേരത്തെ തയ്യാറാക്കിയ വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ചുകൂടെ എഫക്റ്റീവ് ആകണമെങ്കിൽ തലേദിവസം നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കുന്ന സമയത്ത് കാപ്പിപ്പൊടി ഇടുന്ന അതേ സമയത്ത് തന്നെ കുറച്ച് നെല്ലിക്കയുടെ പൊടി കൂടി ഇട്ട് ഈ ഒരു മിശ്രിതം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി വളരാനും സഹായിക്കും, മുടി നന്നായിട്ട് കറുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ നെല്ലിക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നീലയമരിപ്പൊടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം നമ്മളിതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചെറു ചൂടോടുകൂടി ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല. 5 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് നമ്മുടെ ഈ ഒരു ഡൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മുടിയിൽ എണ്ണ ഉണ്ടാവാനും പാടില്ല. ബീട്രൂട്ട് ചിലരിലൊക്കെ അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു നരച്ച മുടി എന്ന് പറയുന്നില്ല, ഒരുപാട് ബ്രൗൺ ആയിട്ടുള്ള മുടിയാണ്. അത് നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ഡൈസൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ബ്രൗൺ മുടിയായിരിക്കുന്നത്. വെള്ളം മുടി അധികമൊന്നുമില്ല. മുടിയിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് കൂടുതലും ഈ ഒരു കളറിലുള്ള മുടിയുള്ളത്. അതുകൊണ്ട് മുൻവശത്ത് മാത്രമാണ് കൂടുതലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നരയുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം കഴിയുമെങ്കിൽ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി തീരെയും പറ്റാത്തവരാണെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും മുടിയിൽ ഇത് വെച്ചിരിക്കണം. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുക. ഇല്ലെങ്കിൽ മുടി നന്നായിട്ട് ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. ഇൻസ്റ്റൻ്റായി റിസൾട്ട് കിട്ടുന്ന കുറേ ഹെയർ ഡൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് 100% റിസൾട്ട് തരുന്നതാണ്. ഞാൻ എൻ്റെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. നല്ല രീതിയിൽ കറുപ്പ് കളറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ കുറച്ച് ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഭാഗത്തൊക്കെ നല്ല കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെന്ന ഉപയോഗിക്കാതെ നമുക്കിനി ഈ ഒരു രീതിയിൽ
ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ ഹെന്ന ഉപയോഗിച്ചാൽ അലർജി ഉണ്ടാകുന്നവരും ജലദോഷം കൂടുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ.